പ്രിയപ്പെട്ട +2 ഹ്യൂമാനിറ്റീസിലെ ചരിത്ര വിദ്യാർത്ഥികളെ, 8ാം നമ്പർ തീം അഥവാ മുഗൾ സാമ്രാജ്യം, കർഷകരും ജമീന്ദാർമാരും രാഷ്ട്രവും എന്ന തീമിൻ്റെ ഒരു വിവരണമാണ് ഇവിടെ നൽകുന്നത്. അതിനു മുമ്പായി ആരാണ് മുഗളർ, എന്താണ് മുഗൾ സാമ്രാജ്യം എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. 1526 മുതൽ 1887 വരെ ഇന്ത്യ ഉപഭൂഖണ്ഡം ഭരിച്ച രാജാക്കന്മാരുടെയും അവരുടെ ഭരണത്തെയുമാണ് മുഗൾ ഭരണം അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം എന്ന് നമ്മൾ വിളിക്കുന്നത്. മുഗൾ എന്ന പേരിൻ്റെ ഉത്ഭവം മംഗോൾ എന്ന പദത്തിൽ നിന്നാണ്. ഇന്ന് ആ നാമം ഓർമ്മിക്കുന്നത് ഒരു സാമ്രാജ്യത്തിൻ്റെ പ്രതാപത്തെയാണ്. ആദ്യ മുഗൾ ഭരണാധികാരിയായിരുന്ന ബാബർ പിതാക്കന്മാർ വഴി തുർക്കി ഭരണാധികാരിയായ തിമൂറിൻ്റെ പിൻഗാമികളും മാതാവ് വഴി മംഗോൾ ഭരണാധികാരിയായിരുന്ന ചെങ്കിസ് ഖാനുമായും ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് 16ാം നൂറ്റാണ്ടിൽ ഈ കുടുംബ ശാഖയിൽപ്പെട്ട ഇന്ത്യൻ ഭരണാധികാരികളെ വിവരിക്കുന്നതിനു വേണ്ടി യൂറോപ്യന്മാർ മുഗൾ എന്ന പദം ഉപയോഗിച്ചു. 1526 മുതൽ 1707 വരെ ഭരിച്ച ആദ്യത്തെ 6 ഭരണാധികാരികൾ ഗ്രേറ്റ് മുഗൾസ് അഥവാ മഹാന്മാരായ മുഗളന്മാർ എന്ന പേരിലും 1707 മുതൽ 1857 വരെ ഭരണം നടത്തിയിരുന്ന ദുർബലരായിരുന്ന 13 ഭരണാധികാരികളുടെ കാലം പിൽക്കാല മുഗളന്മാർ എന്ന പേരിലും അറിയപ്പെടുന്നു. മഹാന്മാരായ മുഗളന്മാർ അഥവാ ഗ്രേറ്റ് മുഗൾസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആദ്യ 6 ഭരണാധികാരികളും അവരുടെ ഭരണകാലവും: 1 സഹിറുദ്ദീൻ ബാബർ 1526-30, 2 നാസിറുദ്ദീൻ ഹുമൈൻ 1530-40, 1555-56, 3 ജലാലുദ്ദീൻ അക്ബർ 1586-1605, 4 ജഹാംഗീർ 1605-1627, 5 ഷാജഹാൻ 1628-1658, 6 ഔറംഗസീബ് 1658-1707. ഗ്രേറ്റ് മുഗൾസിലെ അവസാന ഭരണാധികാരിയായിരുന്ന ഔറംഗസീബ് 1707 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം മുഗൾ രാജവംശത്തിലെ 13 ഭരണാധികാരികൾ സാമ്രാജ്യം ഭരിക്കുകയുണ്ടായി. ഇവരെ പിൽക്കാല മുഗളർ, ലേറ്റർ മുഗൾസ് എന്ന പേരിൽ വിളിക്കുന്നു. പിൽക്കാല മുഗളരിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ 1887 ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കി. ഇതോടെ മുഗൾ സാമ്രാജ്യത്തിനു തിരശ്ശീല വീണു. ജനങ്ങളെ ഭരിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ അഭീഷ്ടപ്രകാരം നിയോഗിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന വീക്ഷണമാണ് മുഗൾ രാജാക്കന്മാർ വെച്ചു പുലർത്തിയത്. രാജവംശ ചരിത്രങ്ങളുടെ രചനയിലൂടെ ഈ വീക്ഷണം അവർ കൈമാറിപ്പോന്നു. മുഗൾ രാജാക്കന്മാർ ഈ ജോലി ഏൽപ്പിച്ചത് കൊട്ടാര ചരിത്രകാരന്മാരെയാണ്. തങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എഴുതാൻ കൊട്ടാര ചരിത്രകാരന്മാരോട് മുഗൾ രാജാക്കന്മാർ കൽപ്പിച്ചു. ഈ കൊട്ടാര ചരിത്രകാരന്മാർ തയ്യാറാക്കിയ ഗ്രന്ഥങ്ങളെയാണ് ആധുനിക ചരിത്രകാരന്മാർ ദിനവൃത്താന്തങ്ങൾ അഥവാ ക്രോണിക്കിൾസ് എന്ന് വിളിക്കുന്നത്. കാരണം അവ സംഭവങ്ങളുടെ തുടർച്ചയായ കാലാനുക്രമ വിവരണമാണ് നൽകുന്നത്. മുഗൾ കാലഘട്ടത്തിലെ പ്രധാന ക്രോണിക്കിളുകൾ ഇവയായിരുന്നു: അക്ബർ നാമ, അക്ബറിൻ്റെ കഥ; ഷാജഹാൻ നാമ, ഷാജഹാൻ്റെ കഥ; ആലംഗീർ നാമ, ആലംഗീരിൻ്റെ കഥ അഥവാ ഔറംഗസീബിൻ്റെ കഥ. മുഗൾ കാലത്തെ പ്രധാന ദിനവൃത്താന്തങ്ങളിലൊന്നായ അക്ബർ നാമയുടെ 3ാമത്തെ പുസ്തകമാണ് ഐനി അക്ബരി. മുഗൾ ഇന്ത്യയിലെ കാർഷിക ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായകരമായ സ്രോതസ്സുകളിൽ ഏറ്റവും വിലയേറിയ ഒന്നുകൂടിയാണ് ഐനി അക്ബരി. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാര ചരിത്രകാരനായിരുന്ന അബുൽ ഫാസൽ അല്ലാമിയാണ് ഇതെഴുതിയത്. അക്ബറിൻ്റെ ഭരണകാലത്ത് ചരിത്രം എഴുതുന്നതിനുള്ള പല പദ്ധതികളും ചക്രവർത്തി ആവിഷ്കരിക്കുകയുണ്ടായി. അതിലൊരു പദ്ധതിയായ അക്ബർ നാമ രചിക്കാനുള്ള ചുമതല അക്ബറിൻ്റെ കൽപ്പനപ്രകാരം അബുൽ ഫാസൽ ഏറ്റെടുത്തു. അക്ബർ നാമ തയ്യാറാക്കുന്നതിന് അബുൽ ഫാസൽ 13 വർഷങ്ങൾ ചെലവഴിച്ചു. ഗ്രന്ഥത്തിൻ്റെ കരട് രൂപം 5 പ്രാവശ്യം അദ്ദേഹം പരിഷ്കരിക്കുകയുണ്ടായി. 1598 ചക്രവർത്തിയുടെ 42ാം ഭരണവർഷത്തിൽ അക്ബർ നാമയുടെ രചന അബുൽ ഫാസൽ അല്ലാമി പൂർത്തിയാക്കി. അക്ബർ നാമയുടെ 3ാമത്തെ പുസ്തകമാണ് ഐനി അക്ബരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അക്ബർ നാമക്ക് 3 പുസ്തകങ്ങളുണ്ടെന്ന് പറഞ്ഞുവല്ലോ. ആദ്യത്തെ 2 പുസ്തകങ്ങളും ചരിത്ര വ്യാഖ്യാനങ്ങളാണ്. 1ാമത്തെ പുസ്തകം അക്ബറിന് മുമ്പുള്ള മുഗളരുടെ രാഷ്ട്രീയ ചരിത്രവും 2ാമത്തെ പുസ്തകം 1602 വരെയുള്ള അക്ബറിൻ്റെ ഭരണവും വിവരിക്കുന്നു. 3ാമത്തെ പുസ്തകമായിട്ടുള്ള ഐനി അക്ബരിയിലാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കർഷകരും ജമീന്ദാർമാരും രാഷ്ട്രവും എന്ന കണ്ടൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സ് ഉൾക്കൊള്ളുന്നത്. രാജസദസ്സിൻ്റെ സംഘാടനം, ഭരണസമ്പ്രദായം, സൈന്യം, വരുമാന സ്രോതസ്സുകൾ, 12 പ്രവിശ്യകൾ അഥവാ സുബകളെക്കുറിച്ചുള്ള വിവരണം, ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ,
ഉൾപ്പെടെ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന അറിവിൻ്റെ ഒരു ഖനിയാണ് ഐനി അക്ബരി. ഐനി അക്ബരിയിൽ 5 പുസ്തകങ്ങളുണ്ട്. അവയെ ദഫ്തേഴ്സ് എന്ന് വിളിക്കുന്നു. ഒന്നാമത്തെ പുസ്തകം മൻസിൽ ആബാദി എന്നറിയപ്പെടുന്നു. രാജധാനിയും അതിൻ്റെ പരിപാലനവുമാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യം. രണ്ടാമത്തെ പുസ്തകം സിഫ ആബാദി എന്നറിയപ്പെടുന്നു. സിവിൽ സൈനിക ഭരണം, പരിചാരകരുടെ നിയമനം തുടങ്ങിയവയാണ് ഇതിൻ്റെ ഉള്ളടക്കം. മൂന്നാമത്തെ പുസ്തകമായ മുൾക്കി ആബാദിയിൽ സാമ്രാജ്യത്തിൻ്റെയും പ്രവിശ്യകളുടെയും ധനവിനിയോഗ സംബന്ധമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. റവന്യൂ നിരക്കുകളെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ ഇത് നൽകുന്നു. മുൾക്കി ആബാദിയിൽ 12 പ്രവിശ്യകൾ അഥവാ സുബകളുടെ ഭൂമിശാസ്ത്രപരവും സാമ്പത്തികപരവുമായ രൂപരേഖകൾ, പ്രവിശ്യകളുടെ ഭരണപരവും ധനപരവുമായ വിഭജനങ്ങൾ അഥവാ സർക്കാരുകൾ, പർഗാനകൾ, മഹലുകൾ, അളന്നു തിട്ടപ്പെടുത്തിയ മൊത്തം പ്രദേശം, നിർണയിക്കപ്പെട്ട നികുതി അഥവാ ജമ എന്നിവയെക്കുറിച്ചും വിവരണങ്ങൾ നൽകുന്നു. ഐനി അക്ബരിയുടെ 4-5 പുസ്തകങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ മതപരവും സാഹിത്യപരവും സാംസ്കാരികപരവുമായ പാരമ്പര്യങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഐനി അക്ബരി ഔദ്യോഗിക പിന്തുണയോടെ തയ്യാറാക്കിയ ഒരു കൃതിയാണ്. ഇതിൻ്റെ രചയിതാവായ അബുൽ ഫസൽ അതിൻ്റെ കൈയെഴുത്തു പ്രതിയെ 5 പ്രാവശ്യം പരിഷ്കരിക്കുകയുണ്ടായി. എഴുത്തുകാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അതീവ ജാഗ്രതയെയും ആധികാരികതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. എങ്കിലും ഐനി അക്ബരി തികഞ്ഞൊരു ഗ്രന്ഥമായിരുന്നില്ല. അതിലെ ചില പോരായ്മകൾ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമതായി, സംഖ്യകൾ കൂട്ടിയെഴുതുമ്പോൾ ധാരാളം പിശകുകൾ സംഭവിച്ചിട്ടുണ്ട്. കണക്ക് കൂട്ടുമ്പോഴും പകർത്തിയെഴുതുമ്പോഴും ഉണ്ടായ പിഴവുകളായിരിക്കണം ഇതിന് കാരണം. രണ്ടാമതായി, പരിമാണാത്മക വിവരങ്ങളിലെ വൈകല്യമാണ് ഇതിൻ്റെ മറ്റൊരു പോരായ്മ. വിവരങ്ങൾ എല്ലാ പ്രവിശ്യകളിൽ നിന്നും ഏകരൂപേണ ശേഖരിച്ചിട്ടില്ല എന്നതാണ് പ്രധാനം. മൂന്നാമതായി, സുബകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ധനസംബന്ധമായ ധാരാളം വിവരങ്ങൾ ഐനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വില, കൂലി തുടങ്ങിയ ശ്രദ്ധേയമായ ചില മാനദണ്ഡങ്ങൾ ഇവയിൽ യഥോചിതമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പോരായ്മകളെല്ലാം ഉണ്ടെങ്കിലും ഐനി അക്ബരി അക്കാലത്തെ അസാധാരണവും പ്രാമാണികവുമായൊരു ഗ്രന്ഥമായി ഇപ്പോഴും നിലനിൽക്കുന്നു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഘടനയിലേക്കും സംഘാടനത്തിലേക്കും ആകർഷകമായ മിന്നലൊളികൾ നൽകിക്കൊണ്ട്, സാമ്രാജ്യത്തിലെ ജനങ്ങളെക്കുറിച്ചും ഉൽപ്പന്നങ്ങളെക്കുറിച്ചും പരിമാണാത്മകമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് മധ്യകാല ദിനവൃത്തങ്ങളുടെ പാരമ്പര്യത്തിൽ ഒരു വലിയ മുന്നേറ്റം തന്നെ സൃഷ്ടിക്കാൻ അബുൽ ഫാസലിന് കഴിഞ്ഞു. മധ്യകാലത്തെ മറ്റു ദിനവൃത്താന്ത രചയിതാക്കൾ യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ, രാഷ്ട്രീയ ഗൂഢതന്ത്രങ്ങൾ, രാജവംശത്തിലെ കലാപങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രാധാന്യം നൽകിയപ്പോൾ ഐനി അക്ബരിയിൽ ജനങ്ങൾ അവരുടെ തൊഴിലുകൾ, വ്യാപാരങ്ങൾ, കാർഷിക ജീവിതം തുടങ്ങിയവയെക്കുറിച്ച് പ്രാധാന്യം നൽകി. ഈ ചാപ്റ്ററിലെ പ്രധാന കണ്ടൻ്റായ മുഗൾ കാർഷിക സമൂഹത്തെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ക്രോണിക്കിളായ ഐനി അക്ബരിയെ കൂടാതെ മറ്റു ചില സ്രോതസ്സുകൾ കൂടിയുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള റവന്യൂ രേഖകൾ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകൾ എന്നിവയും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ്. ഈ തീമിൻ്റെ മുഖവുരയ്ക്ക് ശേഷം അടുത്തതായി കർഷകരും അവരുടെ ഭൂമികളും, പെസൻസ് ആൻഡ് ദെയർ ലാൻഡ്സ്. മുഗൾ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഇൻഡോ പേർഷ്യൻ രേഖകൾ കർഷകരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി 4 പദങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്: റേറ്റ്, മുസാരിയൻ, കിസാൻ, ആസാമി. മുഗൾ കാലഘട്ടത്തിൽ 2 തരത്തിലുള്ള കർഷകർ ഉണ്ടായിരുന്നു. ഒന്ന് ഖുദ് ഖഷ്ത, 2 പാഹി ഖഷ്ത. ഖുദ് ഖഷ്ത എന്താണെന്ന് നോക്കാം. ഗ്രാമങ്ങളിൽ സ്വന്തമായി കൃഷിഭൂമിയുണ്ടായിരുന്ന സ്ഥിര താമസക്കാരായ കർഷകരെയാണ് ഖുദ് ഖഷ്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പാഹി ഖഷ്ത. പാഹി ഖഷ്തയുടെ അർത്ഥം സ്വന്തമായി കൃഷിഭൂമി ഇല്ലാതെ മറ്റ് ഗ്രാമങ്ങളിൽ വന്ന് കരാർ അടിസ്ഥാനത്തിൽ കൃഷി നടത്തുകയും സ്ഥിരമായി താമസിക്കുകയും ചെയ്യാത്ത കർഷകരെയാണ് പാഹി ഖഷ്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തമായി കൃഷിഭൂമിയില്ലാത്ത പലരും പാഹികളാകാൻ നിർബന്ധിതരായി തീർന്നു. ക്ഷാമത്തെ തുടർന്നുണ്ടായിരുന്ന സാമ്പത്തിക വിഷമതകളാണ് പാഹിയാകാൻ പലരെയും നിർബന്ധിതരാക്കിയത്. അടുത്തതായി മുഗൾ കാലഘട്ടത്തിലെ ജലസേചനവും സാങ്കേതിക വിദ്യയും. മുഗൾ കാലഘട്ടത്ത് കൃഷി മുഖ്യമായും മഴയെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. കാലവർഷം കൃഷിയുടെ നട്ടെല്ലായിരുന്നു. എന്നാൽ കൃഷിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മഴ മാത്രം പര്യാപ്തമായിരുന്നില്ല. ജലസേചന പദ്ധതികൾക്ക് രാഷ്ട്രം പിന്തുണയും പ്രോത്സാഹനവും നൽകിയിരുന്നു. ഉദാഹരണത്തിന് ഉത്തരേന്ത്യയിൽ പുതിയ കനാലുകൾ, നഹർ അഥവാ നല, കുഴിക്കാനുള്ള ചുമതല രാഷ്ട്രം ഏറ്റെടുത്തു. ധാരാളം പഴയ കനാലുകളുടെ കേടുപാടുകൾ തീർത്തു. പഞ്ചാബിലെ ഷാ നഹർ കനാൽ കേടുപാടുകൾ തീർത്തത് ഷാജഹാൻ്റെ ഭരണകാലത്താണ്. കിണർവെള്ളം ഉപയോഗിച്ചും ജലസേചനം നടത്തിയിരുന്നു. ചക്രവും കാളശക്തിയും ഉപയോഗിച്ചാണ് കിണറുകളിൽ നിന്ന് വെള്ളമെടുത്തിരുന്നത്. കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനായി പേർഷ്യൻ ചക്രം, തൊട്ടി, കയർത്തുടി തുടങ്ങിയ പലതരം ഉപകരണങ്ങൾ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്ന് ബാബർ രേഖപ്പെടുത്തുന്നു. കന്നുകാലികളുടെ ഊർജ്ജത്തെ കൃഷിക്കായി ഉപയോഗപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യകൾ കർഷകർ വളർത്തിയെടുത്തിരുന്നു. മരക്കലപ്പ ഇതിനൊരു ഉദാഹരണമാണ്.
കരുത്തരായ ഒരു ജോഡി കാളകൾ വലിക്കുന്ന ഡ്രിൽ എന്നൊരു ഉപകരണം വിത്തുകൾ നടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. എന്നാൽ വിത്ത് വിതറലായിരുന്നു ഏറ്റവും പ്രചാരത്തിലുള്ള രീതി. മരം കൊണ്ടുള്ള ഒരു ചെറിയ കൈപ്പിടിയോടുകൂടിയ ഒരു ഇരുമ്പ് വായ്ത്തല അയൺ ബ്ലേഡ് കിളക്കുന്നതിനും കള പറിക്കുന്നതിനും ഉപയോഗിച്ചിരുന്നു. അടുത്തതായി സമൃദ്ധമായ വിളകൾ ആൻഡ് അബൻഡൻസ് ഓഫ് ക്രോപ്സ്. മുഗൾ കാലഘട്ടത്തിൽ സമ്പൂർണ്ണ വിളകൾ പെർഫെക്ട്സ് ക്രോപ്സിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ജിൻസ് ഇ കെമിൽ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നാണ്യവിളകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പരുത്തി, കരിമ്പ് എന്നിവയായിരുന്നു മുഗൾ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖമായ സമ്പൂർണ്ണ വിളകൾ അഥവാ ജിൻസ് ഇ കെമിൽ. പയറുവർഗ്ഗങ്ങൾ, കടുക് പോലെയുള്ള എണ്ണക്കുരുക്കൾ എന്നിവയും നാണ്യവിളകളിൽ ഉൾപ്പെട്ടിരുന്നു. 2 പ്രധാന ഋതുക്കൾ അഥവാ സീസണുകളിലാണ് കൃഷി ഇറക്കിയിരുന്നത്, ശരത്തിലും വസന്തത്തിലും. ശരത്കാലത്ത് ഖരീഫ് വിളകളും വസന്തത്തിൽ റാബി വിളകളും കൃഷി ചെയ്തു. മിക്ക പ്രദേശങ്ങളിലും വർഷത്തിൽ ചുരുങ്ങിയത് 2 വിളകളാണ് കൃഷി ചെയ്തിരുന്നത്. എന്നാൽ മഴയും ജലസേചനവും ലഭ്യമായ സ്ഥലങ്ങളിൽ 3 വിളകളും നട്ടുവളർത്തിയിരുന്നു. ഉദാഹരണത്തിന് മുഗൾ പ്രവിശ്യയായ ആഗ്ര 39 തരത്തിലുള്ള വിളകളും ഡൽഹി 43 തരത്തിലുള്ള വിളകളും 2 ഋതുക്കളിലായി ഉൽപ്പാദിപ്പിച്ചിരുന്നു. ബംഗാളിൽ മാത്രം 50 തരത്തിലുള്ള അരികൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ധാരാളം വിളകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഉദാഹരണത്തിന് ചോളം ആഫ്രിക്ക വഴിയാണ് ഇന്ത്യയിലെത്തിയത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അത് പടിഞ്ഞാറ് ഇന്ത്യയിലെ ഒരു പ്രധാന വിളയായി തീർന്നു. തക്കാളി, ഉരുളക്കിഴങ്ങ്, മുളക് തുടങ്ങിയ പച്ചക്കറികളും കൈതച്ചക്ക, പപ്പായ എന്നിവ പോലുള്ള പഴവർഗ്ഗങ്ങളും അമേരിക്ക അഥവാ പുതിയ ലോകത്തിൽ നിന്നാണ് ഇന്ത്യയിലെത്തിയത്. അടുത്തതായി മുഗൾ സാമ്രാജ്യത്തിലെ ഗ്രാമ സമുദായം. 3 സാമൂഹിക വിഭാഗങ്ങളാണ് മുഗൾ കാലത്തെ ഗ്രാമസമുദായത്തിൽ ഉണ്ടായിരുന്നത്. 1 കൃഷിക്കാർ, 2 പഞ്ചായത്ത്, 3 ഗ്രാമത്തലവൻ അഥവാ മുക്കദ്ദം അഥവാ മണ്ഡൽ. 1 കർഷകർ. കർഷകർ ഭിന്ന ജാതീയമായ ഒരു വിഭാഗമായിരുന്നു. ജാതിയുടെയും അതുപോലെയുള്ള മറ്റു വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഗ്രാമസമുദായത്തിനകത്ത് വലിയ അസമത്വങ്ങൾ നിലനിന്നിരുന്നു. കർഷകരിൽ അസംഖ്യം പേർ ഹീനജോലികൾ ചെയ്യുന്നവരോ കർഷക തൊഴിലാളികളോ അഥവാ മജൂർ ആയിരുന്നു. കർഷകരിലെ ചില ജാതി വിഭാഗങ്ങൾ ഹീനജോലികളാണ് നൽകിയിരുന്നത്. ഇതവരെ ദരിദ്രരാക്കി മാറ്റുകയും ചെയ്തു. പരിമിതമായ വിഭവങ്ങൾ മാത്രമുണ്ടായിരുന്ന അവർ ജാതി ശ്രേണിയുടെ ഏറ്റവും താഴ്ന്ന സ്ഥാനത്താണ് നിലകൊണ്ടിരുന്നത്. ഇത്തരം വിവേചനങ്ങൾ ഹിന്ദു സമുദായത്തിൽ മാത്രമല്ല നിലനിന്നിരുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഹീനജോലികൾ ചെയ്തിരുന്ന ഹലാൽ കോറൻ എന്ന വിഭാഗത്തെ ഗ്രാമത്തിൻ്റെ അതിരുകൾക്ക് വെളിയിൽ താമസിക്കാനാണ് അനുവദിച്ചിരുന്നത്. അതുപോലെ ബീഹാറിലെ മല്ലസദാസിനെ അടിമകളെപ്പോലെയാണ് കണ്ടിരുന്നത്. എന്നാൽ എല്ലാ കർഷക വിഭാഗങ്ങൾക്കും ജാതി ശ്രേണിയിൽ താഴ്ന്ന പദവി ആയിരുന്നില്ല. ഉദാഹരണത്തിന് ഉത്തർപ്രദേശിലെ വൃന്ദാവന ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ കൃഷിക്കാരായിരുന്ന ഗൗരവർ രജപുത്ര പദവി ആവശ്യപ്പെട്ടിരുന്നു. അവരിൽ ഗുജാർ, മാലി തുടങ്ങിയ ചില ജാതികൾക്ക് ലാഭകരമായ കാലിമേക്കൽ, ഉദ്യാന നിർമ്മാണം എന്നിവയിലൂടെ ജാതി ശ്രേണിയിൽ ഉയർന്ന സ്ഥാനം കൈവശപ്പെടുത്താൻ സാധിച്ചു. അടുത്തതായി മുഗൾ കാലഘട്ടത്തിലെ പഞ്ചായത്തുകളും തലവന്മാരും. ഗ്രാമപഞ്ചായത്ത് തല മുതിർന്നവരുടെ ഒരു സഭയായിരുന്നു. പഞ്ചായത്തിലെ അംഗങ്ങൾ ഗ്രാമത്തിലെ പ്രധാനികളായിരുന്നു. തങ്ങളുടെ സ്വത്തിന്മേൽ അവർക്ക് പരമ്പരാഗത അവകാശമുണ്ടായിരുന്നു. ഗ്രാമത്തിലെ ഭിന്നജാതികൾക്കും സമുദായങ്ങൾക്കും പഞ്ചായത്തിൽ പ്രതിനിധാനം ലഭിച്ചു. എന്നാൽ ഹീനജോലി ചെയ്യുന്നവർക്കും കർഷക തൊഴിലാളികൾക്കും പ്രാതിനിധ്യം നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലരിൽ മാത്രം അധികാരം നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം അഥവാ ഒളിഗാർക്കിയായിരുന്നു പല പഞ്ചായത്തുകളിലും നിലനിന്നിരുന്നത്. പഞ്ചായത്തുകൾ എടുത്ത തീരുമാനങ്ങൾ എല്ലാ അംഗങ്ങൾക്കും ബാധകമായിരുന്നു. പഞ്ചായത്തിൻ്റെ തലവൻ മുക്കദ്ദം അഥവാ മണ്ഡൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഗ്രാമത്തിലെ തല മുതിർന്നവർ ഐക്യകണ്ഠേനയാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ സെമീന്ദാർ അംഗീകരിക്കണമായിരുന്നു. ഗ്രാമത്തിലെ തലമുതിർന്നവരുടെ വിശ്വാസമുള്ളിടത്തോളം കാലം പഞ്ചായത്ത് തലവന് അധികാരത്തിൽ തുടരാമായിരുന്നു. അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തെ അവർക്ക് പിരിച്ചുവിടാൻ കഴിയുമായിരുന്നു. ഗ്രാമത്തിലെ വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ചുമതല. പഞ്ചായത്തിലെ ഒരു കണക്കെഴുത്തുകാരൻ അഥവാ പട്വാരി ഈ കർത്തവ്യം നിർവഹിക്കുന്നതിൽ പഞ്ചായത്ത് തലവൻ അഥവാ മുഖദ്ദമിനെ സഹായിച്ചു. ജനങ്ങൾ നൽകുന്ന വ്യത്യസ്ത നികുതികളായിരുന്നു പഞ്ചായത്തിൻ്റെ പ്രധാന വരുമാനം. ഇത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനു വേണ്ടിയും സമുദായത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിച്ചു. കൂടാതെ പ്രകൃതി ദുരന്തങ്ങളായ പ്രളയം, വരൾച്ച എന്നിവയെ തരണം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു. അണകൾ കെട്ടാനും തോടുകൾ നിർമ്മിക്കാനും ഈ ഫണ്ട് വിനിയോഗിക്കപ്പെട്ടു. പഞ്ചായത്തിൻ്റെ മറ്റൊരു പ്രധാന ചുമതല ജാതി നിയമങ്ങളും വഴക്കങ്ങളും സംരക്ഷിക്കുക എന്നതായിരുന്നു. അതിനാൽ ഗ്രാമത്തിലെ വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിലെ ജാതി വരമ്പുകൾ മുറുകെ പിടിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പഞ്ചായത്ത് പ്രത്യേക ശ്രദ്ധ ചെലുത്തി. കിഴക്കേ ഇന്ത്യയിൽ എല്ലാ വിവാഹങ്ങളും പഞ്ചായത്ത് തലവൻ്റെ അഥവാ മണ്ഡൽ സാന്നിധ്യത്തിലാണ് നടന്നിരുന്നത്. മറ്റൊരർത്ഥത്തിൽ ജാതി നിയമങ്ങളുടെ ലംഘനം തടയുന്നതിനു വേണ്ടി ഗ്രാമസമുദായങ്ങളിലെ അംഗങ്ങളുടെ പെരുമാറ്റത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കാനുള്ള ചുമതല ഗ്രാമത്തലവന് ഉണ്ടായിരുന്നു. പഞ്ചായത്തുകൾ നീതിന്യായപരമായ പല ചുമതലകളും നിർവഹിച്ചിരുന്നു. പിഴകൾ ചുമത്താനും സമുദായത്തിൽ നിന്ന് ആരെയും പുറത്താക്കാനും ഉള്ള അധികാരം പഞ്ചായത്തുകൾക്കുണ്ടായിരുന്നു.
ശിക്ഷിക്കപ്പെട്ട വ്യക്തി ഗ്രാമം വിട്ടുപോകാൻ നിർബന്ധിതനാവുകയും ജാതി പ്രശ്നമാവുകയും ചെയ്തു. സ്വന്തം തൊഴിൽ ചെയ്യാനുള്ള അവകാശം പോലും അയാൾക്ക് നഷ്ടപ്പെട്ടു. ജാതി നിയമങ്ങൾ ലംഘിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അത്തരം കർശന നടപടികൾ പഞ്ചായത്ത് കൈക്കൊണ്ടത്. ഗ്രാമപഞ്ചായത്തിന് പുറമെ ഗ്രാമത്തിലെ ഓരോ ജാതിക്കും സ്വന്തം ജാതി പഞ്ചായത്തുകളും ഉണ്ടായിരുന്നു. ജാതികളിലെ അംഗങ്ങൾക്കിടയിലെ സിവിൽ തർക്കങ്ങൾ ഒത്തുതീർക്കൽ, ഭൂമിയുടെ മേലുള്ള തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കൽ, വിവാഹങ്ങൾ അതാത് ജാതി വിഭാഗങ്ങളുടെ നിയമങ്ങൾക്കനുസരിച്ചാണോ നടക്കുന്നത് എന്നിവ നോക്കൽ ജാതി പഞ്ചായത്തുകളുടെ പ്രധാന ചുമതലകളായിരുന്നു. ജാതി പഞ്ചായത്തുകൾ തങ്ങളുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുമെന്ന് ഗ്രാമവാസികൾ വിശ്വസിച്ചിരുന്നു. മേൽജാതിക്കാരോ ഉദ്യോഗസ്ഥരോ അടിച്ചേൽപ്പിച്ച അമിത നികുതി, വേതന രഹിത വേല അഥവാ ബെഗാർ എന്നിവയ്ക്കെതിരെ ജാതി പഞ്ചായത്തുകൾക്ക് സമർപ്പിച്ചിരുന്ന ധാരാളം പരാതികൾ പടിഞ്ഞാറ് ഇന്ത്യയിലെ ഗ്രന്ഥരക്ഷാലയങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വരേണ്യ വിഭാഗങ്ങളുടെ ചൂഷണങ്ങൾക്കെതിരായിട്ടുള്ള പരാതികളും ജാതി പഞ്ചായത്തുകളിലാണ് നൽകപ്പെട്ടിരുന്നത്. അടുത്തതായി മുഗൾ കാലഘട്ടത്തിലെ ഗ്രാമത്തിലെ കൈത്തൊഴിലുകാർ അഥവാ വില്ലേജ് ആർട്ടിസാൻസ്. ഗ്രാമസമൂഹത്തിലെ കൈത്തൊഴിലുകാരെയും കർഷകരെയും വേർതിരിച്ചറിയുക എളുപ്പമായിരുന്നില്ല. ഇവരിൽ പല വിഭാഗങ്ങളും ഇരുകൂട്ടരെയും ജോലികൾ നിർവഹിച്ചിരുന്നു. കർഷകരും അവരുടെ കുടുംബാംഗങ്ങളും ചായമുക്കൽ, വസ്ത്രങ്ങളിലെ ചിത്രപ്പണി, മൺപാത്ര നിർമ്മാണം, കാർഷികോപകരണങ്ങളുടെ നിർമ്മാണം, അവയുടെ കേടുപാടുകൾ തീർക്കൽ തുടങ്ങിയ കരകൗശല ഉൽപ്പാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഗ്രാമത്തിലെ കൈത്തൊഴിലുകാരായ കുശവന്മാർ, കരുവാന്മാർ, ആശാരിമാർ, ശൂരകന്മാർ, സ്വർണ്ണപ്പണിക്കാർ തുടങ്ങിയവർ ഗ്രാമീണർക്ക് സവിശേഷ സേവനങ്ങൾ നൽകി. പല രൂപത്തിലുള്ള പ്രതിഫലമാണ് ഇതിനവർ ഗ്രാമീണരിൽ നിന്നും സ്വീകരിച്ചിരുന്നത്. വിളവിൻ്റെ ഒരു പങ്ക്, ഭൂമിയുടെ ഒരു ഭാഗം, പ്രതിദിന ഭത്തയും ഭക്ഷണത്തിനുള്ള പണവും, റൊക്കം പണം തുടങ്ങിയവ. മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ കൈത്തൊഴിലുകാർ ഗ്രാമീണരിൽ നിന്നും പ്രതിഫലമായി സേവനത്തിന് വാങ്ങിയിരുന്ന ഭൂമി പിന്നീട് പരമ്പരാഗത ഭൂസ്വത്തായി തീർന്നു. മിരാസ് അഥവാ ബഥൻ എന്ന പേരിലാണ് ഈ ഭൂമി പിന്നീട് അറിയപ്പെട്ടത്. ബംഗാളിലെ ചില സെമീന്ദാർമാർ കൈത്തൊഴിലുകാരായ കഴുവാന്മാർ, ആശാരിമാർ, സ്വർണ്ണപ്പണിക്കാർ അവരുടെ സേവനത്തിന് പ്രതിഫലമായി നൽകിയ ചെറിയ പ്രതിദിന ഭത്തയും ഭക്ഷണത്തിനുള്ള പണവും പിൽക്കാലഘട്ടത്തിൽ ജാജ്മാനി സമ്പ്രദായം എന്നറിയപ്പെട്ടു. മുഗൾ കാലഘട്ടത്തിലെ ഗ്രാമങ്ങൾ ചെറിയ റിപ്പബ്ലിക്കുകൾ അഥവാ എ ലിറ്റിൽ റിപ്പബ്ലിക് ആയിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ചില ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ഗ്രാമങ്ങളെ ചെറിയ റിപ്പബ്ലിക്കുകളായാണ് കണ്ടത്. ഈ ചെറിയ റിപ്പബ്ലിക്കുകളിലെ ജനങ്ങൾ അവരുടെ വിഭവങ്ങളും അധ്വാനവും കൂട്ടായി സാഹോദര്യത്തോടെ പങ്കുവച്ചിരുന്നുവെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ജാതി, ലിംഗം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള കടുത്ത വിവേചനങ്ങളും അസമത്വങ്ങളും ഇവിടെ നിലനിന്നിരുന്നു. ഗ്രാമങ്ങളുടെ കാര്യങ്ങൾ നിർണ്ണയിച്ചിരുന്നത് കരുത്തരായ ഒരു വിഭാഗം വ്യക്തികളാണ്. അവർ ദുർബല വിഭാഗങ്ങളെ ചൂഷണം ചെയ്തു. നീതി നിർവഹണത്തിലുള്ള അധികാരവും അവർക്കുണ്ടായിരുന്നു. ഇക്കാലത്ത് നികുതിയും വേതനവും കൂലിയും പ്രതിഫലവും സാധനങ്ങളുടെ വിലയുമെല്ലാം പണമായി നൽകുന്ന സമ്പ്രദായം വികാസം പ്രാപിച്ചു. ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിലൂടെയാണ് ഈ സമ്പ്രദായം വളർന്നു വന്നത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ മധ്യഭാഗങ്ങളിൽ നികുതി നിശ്ചയിച്ചിരുന്നതും ശേഖരിച്ചിരുന്നതും പണമായാണ്. അതുകൊണ്ടാണ് ഈ ഗ്രാമങ്ങളെ ലിറ്റിൽ റിപ്പബ്ലിക്കുകൾ എന്ന് അവർ വിശേഷിപ്പിച്ചത്. അടുത്തതായി മുഗൾ കാർഷിക സമൂഹത്തിലെ സ്ത്രീകൾ, വിമൻ ഇൻ അഗ്രേറിയൻ സൊസൈറ്റി. മുഗൾ കാലഘട്ടത്തിലെ കാർഷിക സമൂഹത്തിൽ സ്ത്രീകൾ സുപ്രധാനമായൊരു പങ്കുവഹിച്ചു. സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് വയലുകളിൽ പണിയെടുത്തു. പുരുഷന്മാർ നിലമൊരുക്കുകയും ഉഴുതുമറിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീകൾ വിത്ത് വിതക്കുകയും കളപറിക്കുകയും വിളവ് മെതിച്ച് പതിരുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. കാർഷിക മേഖലയിൽ ലിംഗപരമായ വേർതിരിവുകൾ സാധ്യമായിരുന്നില്ലെങ്കിൽ പോലും സ്ത്രീകളുടെ ജീവശാസ്ത്രപരമായ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട മുൻവിധികൾ നിലനിന്നിരുന്നു. ഉദാഹരണത്തിന് പശ്ചിമേന്ത്യയിൽ ആർത്തവമതികളായ സ്ത്രീകളെ കലപ്പയോ കുമ്പാരൻ്റെ ചക്രമോ സ്പർശിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. അതുപോലെ ബംഗാളിൽ സ്ത്രീകളെ അവരുടെ ആർത്തവകാലത്ത് വെറ്റിലപ്പാടങ്ങളിൽ പ്രവേശിക്കാൻ സമ്മതിച്ചിരുന്നില്ല. കൈത്തൊഴിലുകളായ നൂൽനൂൽപ്പ്, മൺപാത്ര നിർമ്മാണത്തിനുള്ള കളിമണ്ണ് കുഴക്കൽ, തുന്നൽപ്പണി എന്നിവ മുഖ്യമായും സ്ത്രീകളുടെ അധ്വാനത്തെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. ഉൽപ്പന്നങ്ങളുടെ വാണിജ്യവൽക്കരണത്തോടെ സ്ത്രീകളുടെ അധ്വാനത്തിനുള്ള ഡിമാൻഡ് വർദ്ധിക്കാൻ തുടങ്ങി. കർഷക സ്ത്രീകളും കൈത്തൊഴിലുകാരായ സ്ത്രീകളും വയലുകളിൽ മാത്രമല്ല പണിയെടുത്തിരുന്നത്, തങ്ങളുടെ തൊഴിൽദായകരുടെ വീട്ടിലും അവർ ജോലിക്ക് പോയിരുന്നു. പോഷകാഹാരക്കുറവ്, തുടർച്ചയായ ഗർഭധാരണം, പ്രസവ സമയത്തുള്ള മരണം എന്നിവ സ്ത്രീകളുടെ ജനസംഖ്യ വളരെ കുറച്ചെങ്കിലും പല ഗ്രാമീണ സമുദായങ്ങളും സ്ത്രീധനം വാങ്ങുന്നതിന് പകരം വധുവിന് ധനം നൽകുന്ന സമ്പ്രദായം ആരംഭിക്കാൻ ഇത് കാരണമായി. വിവാഹമോചിതരായ സ്ത്രീകളെയും വിധവകളെയും പുനർവിവാഹം ചെയ്യാൻ നിയമപരമായി അനുവദിക്കുകയും ചെയ്തു. ഇതൊക്കെയാണെങ്കിലും കുടുംബജീവിതത്തിൽ വിശ്വാസവഞ്ചന കാണിക്കുന്നുവെന്ന് സംശയിക്കപ്പെട്ട സ്ത്രീകളുടെ മേൽ അവർ കടുത്ത ശിക്ഷാ നടപടികൾ എടുത്തിരുന്നു. സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ പഞ്ചായത്തിൽ പരാതിപ്പെടാമായിരുന്നു. എന്നാൽ പുരുഷന്മാരുടെ അവിശ്വസ്തതയ്ക്ക് പലപ്പോഴും ശിക്ഷകൾ നൽകിയിരുന്നില്ല. ഭൂപ്രഭുക്കന്മാരുടെ കുടുംബങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥ വളരെ മെച്ചപ്പെട്ടതായിരുന്നു. പൈതൃകമായ സ്വത്ത് ലഭിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു. പഞ്ചാബിൽ വിധവകൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ അവർക്ക് പൈതൃകമായി ലഭിച്ച ഭൂമി വിറ്റഴിക്കുന്നതിന് ഗ്രാമീണ ഭൂവിപണികളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ഹിന്ദു മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ജമീന്ദാരികൾ ലഭിച്ചിരുന്നു. അവ വിറ്റഴിക്കാനോ പണയപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ടായിരുന്നു. അടുത്തതായി വനങ്ങളും ഗോത്രങ്ങളും, ഫോറസ്റ്റ് ആൻഡ് ട്രൈബ്സ്.
മധ്യകാലഘട്ടത്തിൽ അഥവാ മുഗൾ കാലഘട്ടത്തിൽ ശരാശരി 40% വനപ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. വനവാസികളെ ജംഗ്ലി എന്നാണ് വിളിച്ചിരുന്നത്. വനോൽപ്പന്നങ്ങൾ ശേഖരിച്ചും നായാടിയും മാറ്റക്കൃഷി നടത്തിയും ജീവിച്ചിരുന്ന വനവാസികളെയാണ് ജംഗ്ലി എന്ന് പറയുന്നത്. ഓരോ ഋതുക്കളിലും വ്യത്യസ്ത ജോലികളാണ് ഇവർ ഏർപ്പെട്ടിരുന്നത്. വിധ്വംസക പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സ്ഥലമായാണ് രാഷ്ട്രം വനങ്ങളെ കണക്കാക്കിയിരുന്നത്. പർഗാനയിലെ ജനങ്ങൾ കലാപങ്ങൾ സംഘടിപ്പിച്ചതും നികുതി കൊടുക്കാതെ ഒളിച്ചു താമസിച്ചിരുന്നതും വനങ്ങളിലായിരുന്നുവെന്ന് ആദ്യ മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ എഴുതുകയുണ്ടായി. വനങ്ങളിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ, ഇൻട്രൂഡ്സ് ഇൻ ടു ഫോറസ്റ്റ്. പുറമേ നിന്നുള്ളവർ വനങ്ങളിലേക്ക് പല മാർഗങ്ങളിലൂടെ പ്രവേശിച്ചിരുന്നു. കാരണം സൈന്യത്തിലേക്ക് ആനകളെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വനവാസികളിൽ നിന്ന് പിരിച്ചെടുത്തിരുന്ന നികുതികളിൽ പെഷ്കാഷ്, ഒരു നിശ്ചിത എണ്ണം ആനകളും ഉൾപ്പെട്ടിരുന്നു. മധ്യകാലഘട്ടത്തിൽ നായാട്ടും പതിവായിരുന്നു. പതിവായ നായാട്ടു പര്യടനങ്ങൾ സാമ്രാജ്യത്തിലുടനീളം സഞ്ചരിക്കാനും പ്രജകളുടെ ആവലാതികൾ നേരിട്ട് കേൾക്കാനും ചക്രവർത്തിക്ക് അവസരമേകി. കൊട്ടാരത്തിലെ കലാകാരന്മാരുടെ ചിത്രരചനകളിൽ നായാട്ട് ഒരു പ്രധാന വിഷയമായിരുന്നു. വനവാസികളുടെ ജീവിതത്തെ ബാധിച്ച ഒരു പ്രധാന ബാഹ്യഘടകം കൃഷിയുടെ വാണിജ്യവൽക്കരണമാണ്. വനോൽപ്പന്നങ്ങളായ തേൻ, തേൻമെഴുക്, മരക്കറ എന്നിവയ്ക്ക് ഇന്ത്യയുടെ വിപണികളിൽ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. പശ, അരക്ക് പോലെയുള്ള വനോൽപ്പന്നങ്ങൾ 17-ാം നൂറ്റാണ്ടിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ആനകളെയും പിടികൂടി വിൽപ്പന നടത്തിയിരുന്നു. പഞ്ചാബിലെ ലൊഹാനികളെ പോലെയുള്ള ഗോത്രങ്ങൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നിലനിന്നിരുന്ന കരമാർഗമുള്ള കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു. വനങ്ങളിലെ പല ഗോത്രമുഖ്യന്മാരും പിൽക്കാലത്ത് ജമീന്ദാർമാരായി തീർന്നു. തങ്ങളുടെ വംശപരമ്പരയിൽപ്പെട്ട ജനങ്ങളെ സൈന്യത്തിലേക്ക് അവർ തെരഞ്ഞെടുത്തു. സിന്ധ് പ്രദേശത്തെ ചില ഗോത്രമുഖ്യന്മാർ 6000 കുതിരപ്പടയാളികളും 7000 കാലാൾപ്പടകളുമുള്ള സൈന്യങ്ങൾ ഉണ്ടായിരുന്നു. അസാമിലെ അഹോം ഗോത്ര രാജാക്കന്മാർക്ക് അവരുടെ പൈക്കുകൾ ഉണ്ടായിരുന്നു. ഭൂമിക്ക് വേണ്ടി സൈനിക സേവനം നൽകിയിരുന്ന ജനങ്ങളെയാണ് പൈക്കുകൾ എന്ന് വിളിച്ചിരുന്നത്. ആനപ്പിടുത്തം രാജകീയ കുത്തകയാക്കി അഹോം രാജാക്കന്മാർ പ്രഖ്യാപിച്ചിരുന്നു. അടുത്തതായി സെമീന്ദാർമാർ. മുഗൾ കാലഘട്ടത്തിൽ രാഷ്ട്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയെ നിയന്ത്രിച്ച യജമാനന്മാരായിരുന്നു ജമീന്ദാർമാർ. കൃഷിയായിരുന്നു സെമീന്ദാർമാരുടെ ജീവിതമാർഗം. എന്നാൽ കാർഷികോൽപാദനത്തിൽ അവർ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല. കരുത്തരായ സൈനിക പ്രമാണികൾ ദുർബലരായ ജനങ്ങളുടെ ഭൂമികൾ പിടിച്ചെടുത്തുകൊണ്ടാണ് സെമീന്ദാർമാരും അവരുടെ ഭൂമിയായ സെമീന്ദാരികളും വ്യാപിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇവക്ക് അധികാരികളും പലപ്പോഴും പിന്തുണ നൽകി. സെമീന്ദാർമാർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചതിന് പുറകിൽ 2 ഘടകങ്ങളുണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തെ ഘടകം ജാതിയാണ്. സെമീന്ദാർമാരെല്ലാം ഉന്നത ജാതികളിൽപ്പെട്ടവരായിരുന്നു. അവർ രാഷ്ട്രത്തിന് നൽകിയ ചില സേവനങ്ങളാണ്. ഖിദ്മത്താണ് രണ്ടാമത്തെ ഘടകം. സെമീന്ദാർമാരുടെ നിയന്ത്രണത്തിലുള്ള സ്വകാര്യമായ ഭൂസ്വത്തുക്കളെ മിൽക്കിയാത്ത് എന്നാണ് വിളിച്ചിരുന്നത്. സെമീന്ദാർമാരുടെ അധികാരത്തിനും അഭിവൃദ്ധിക്കും സംഭാവനയേകിയ ഒരു പ്രധാന ഘടകം ഈ മിൽക്കിയാത്ത് ഭൂമികളായിരുന്നു. മിൽക്കിയാത്ത് ഭൂമികൾ കൃഷി ചെയ്തിരുന്നത് ജമീന്ദാർമാരുടെ സ്വകാര്യ ഉപയോഗത്തിനു വേണ്ടിയാണ്. കൂലിവേലയോ ദാസ്യവേലയോ ഉപയോഗിച്ചാണ് ഈ ഭൂമികളിൽ കൃഷി ചെയ്തിരുന്നത്. ഈ ഭൂമികൾ വിൽക്കാനും ഇഷ്ടദാനം നൽകാനും സെമീന്ദാർമാർക്ക് അധികാരമുണ്ടായിരുന്നു. രണ്ടാമത്തേത്, രാഷ്ട്രത്തിനു വേണ്ടി നികുതി പിരിക്കാനുള്ള അവകാശവും സെമീന്ദാർ ആസ്വദിച്ചിരുന്നു. ഇത് അവരുടെ അധികാരത്തിൻ്റെ ഒരു പ്രധാന സ്രോതസ്സായിരുന്നു. സെമീന്ദാർമാർ കർഷകരിൽ നിന്ന് ഭൂനികുതി പിരിച്ച് രാഷ്ട്രത്തിന് കൈമാറി. ഈ സേവനത്തിന് പ്രതിഫലമായി നികുതിയുടെ ഒരു ഓഹരി അവർക്ക് ലഭിച്ചു. മൂന്നാമതായി, സൈനിക വിഭവങ്ങളുടെ മേലും സെമീന്ദാർമാർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു. മിക്ക സെമീന്ദാർമാർക്കും കരുത്തുള്ള കോട്ടകളും കുതിരപ്പടയും പീരങ്കിപ്പടയും കാലാൾപ്പടയുമുള്ള സൈനിക സംഘങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ സാമൂഹ്യ ഘടനയിൽ സെമീന്ദാർമാർ 1-ാം സ്ഥാനത്തും ബ്രാഹ്മണ രജപുത്ര കൂട്ടുകെട്ട് 2-ാം സ്ഥാനത്തും മധ്യസ്ഥിത ജാതികൾ മുസ്ലിം സെമീന്ദാർമാർ എന്നിവർ 3-ാം സ്ഥാനത്തും കർഷകരും കീഴ്ജാതിക്കാരും അടിത്തട്ടിലും നിലനിന്നു. കാർഷിക ഭൂമി കോളനിവൽക്കരിക്കുന്നതിന് സെമീന്ദാർമാരാണ് നേതൃത്വം ഏറ്റെടുത്തത്. കാർഷികോപകരണങ്ങളും പണവായ്പയും നൽകിക്കൊണ്ട് കർഷകരെ ഈ ഭൂമിയിൽ കുടിയേറി താമസിക്കാൻ അവർ സഹായിച്ചു. സെമീന്ദാർമാർ സ്ഥാപിച്ച കമ്പോളങ്ങളിൽ കർഷകരും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി വന്നിരുന്നു. അടുത്തതായി, മുഗൾ കാലഘട്ടത്തിലെ ഭൂനികുതി സമ്പ്രദായം. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ഭൂമിയായിരുന്നു. ഭൂനികുതിയായിരുന്നു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാന വരുമാനമാർഗം. റവന്യൂ വകുപ്പിൻ്റെ തലവനെ ദിവാൻ എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് അമിൽ ഗുസാർ എന്ന റവന്യൂ കളക്ടറും ധാരാളം മറ്റു ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. മുഗളരുടെ ഭൂനികുതി വ്യവസ്ഥയിൽ 2 ഘട്ടങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ഒന്ന്, നികുതി നിർണയം, ജമ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. രണ്ടാമത്, യഥാർത്ഥ പിരിവ് അഥവാ ഹാസിൽ. കർഷകർക്ക് ഭൂനികുതി പണമായോ സാധനങ്ങളായോ അടക്കാമായിരുന്നു. എങ്കിലും പണമായി അടക്കുന്നതിനാണ് രാഷ്ട്രം മുൻഗണന നൽകിയിരുന്നത്. ഓരോ പ്രവിശ്യയിലെയും കൃഷിയുള്ളതും അല്ലാത്തതുമായ ഭൂമികളെ ഗവൺമെൻറ് അളന്ന് തിട്ടപ്പെടുത്തി. ഭൂമി അളക്കുന്നതിനു വേണ്ടി ജരിബ് എന്നൊരു പുതിയ ഉപകരണം ഉപയോഗിച്ചിരുന്നു.
അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ 4 തരം ഭൂമികളുണ്ടായിരുന്നു. 1 പൊളാജ്, എല്ലാ വർഷവും കൃഷി ചെയ്തിരുന്ന ഭൂമികൾ. 2 പറാട്ടി, 1-2 വർഷം കൃഷി ചെയ്യാതെ തരിശിടുന്ന ഭൂമികൾ. 3 ചച്ചാർ, 3-4 വർഷം തരിശായിടുന്ന ഭൂമി. 4 ബഞ്ചാർ, 5 അതിലധികം വർഷം തരിശിടുന്ന ഭൂമി. അടുത്തതായി മാൻസബ്ദാരി സിസ്റ്റം. സിവിൽ സൈനിക പദവികൾ യോജിപ്പിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ചില പ്രത്യേക പദവികൾ നൽകുന്നതിനാണ് മാൻസബ്ദാർ എന്നറിയപ്പെടുന്നത്. അക്ബർ ചക്രവർത്തിയാണ് മാൻസബ്ദാരി സംവിധാനം കൊണ്ടുവന്നത്. മാൻസബ്ദാർ പദവി ലഭിച്ച ഉദ്യോഗസ്ഥന്മാർ അവരുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം കുതിരപ്പടയാളികളെ നിലനിർത്തണമായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയിൽ തന്നെ സിവിലും സൈനികവുമായ ചുമതലകൾ സംയോജിപ്പിക്കുവാൻ അക്ബറിന് കഴിഞ്ഞു. ചില മാൻസബ്ദാർമാർക്ക് ശമ്പളം പണമായാണ് നൽകിയിരുന്നത്. എന്നാൽ ഭൂരിഭാഗം പേർക്കും ശമ്പളത്തിന് പകരമായി ഭൂമിയാണ് അനുവദിച്ചു നൽകിയിരുന്നത്. ഇത്തരം ഭൂമിയെ ജാഗിർ എന്ന് വിളിക്കുന്നു. ഇവിടെ നിന്ന് തൻ്റെ ശമ്പളത്തിന് തുല്യമായ റവന്യൂ പിരിക്കാനുള്ള അധികാരം മാൻസബ്ദാറിന് ഉണ്ടായിരുന്നു. അടുത്തതായി വെള്ളിയുടെ പ്രവാഹം, ദി ഫ്ലോ ഓഫ് സിൽവർ. 16-17 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിലെ മുഗൾ ഭരണം ഏഷ്യയിലെ തന്നെ വലിയൊരു സാമ്രാജ്യ ശക്തിയായി മാറി. ഈ കാലഘട്ടത്തിൽ വാണിജ്യരംഗത്ത് വലിയ പുരോഗതിയും വ്യാപനവും ഉണ്ടായി. പണപരമായ ഇടപാടുകളുടെ പ്രാധാന്യം വർദ്ധിച്ചു. തൽഫലമായി പുറമേ നിന്ന് ഇന്ത്യയിലേക്ക് വെള്ളി പ്രവഹിക്കാൻ തുടങ്ങി. ചൈനയിലെ മിങ് ഭരണവും പേർഷ്യയിലെ സഫാവിദ് ഭരണവും മിഡിൽ ഈസ്റ്റിലെ ഒട്ടോമൻ ഭരണവും സജീവമായ വ്യാപാര ശൃംഖലകൾ സൃഷ്ടിക്കുന്നതിന് സഹായകമായി. കൂടാതെ യൂറോപ്പുമായി വൻതോതിൽ വ്യാപാര പ്രവർത്തനങ്ങളിൽ ഇന്ത്യ ഏർപ്പെട്ടു. വ്യാപാര വികസനത്തിൻ്റെ ഫലമായി ഇന്ത്യയിലേക്ക് വൻതോതിൽ വെള്ളി പ്രവഹിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾക്കുള്ള വിലയായാണ് വെള്ളി നൽകിയിരുന്നത്. ഇന്ത്യക്ക് ഇത് പ്രയോജനപ്രദമായിരുന്നു. കാരണം ഇന്ത്യയിൽ വെള്ളി വിഭവങ്ങളുടെ പ്രകൃതദത്തമായ ശേഖരങ്ങൾ ഉണ്ടായിരുന്നില്ല. വെള്ളിയുടെ പ്രവാഹം ഇക്കാലത്തെ 16-18 നൂറ്റാണ്ടുകൾക്കിടയിലുള്ള കാലഘട്ടം നാണയവ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്ത്യയിൽ ലോഹനാണയത്തിൻ്റെ, പ്രത്യേകിച്ച് വെള്ളി റുപ്യയുടെ ലഭ്യതയിൽ സുസ്ഥിരത കൈവരിക്കാൻ ഇത് സഹായകമായി. നാണയമടിക്കുന്നത് വ്യാപിപ്പിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയിൽ പണം പ്രചരിപ്പിക്കുന്നതിനും ഇത് ഇടവരുത്തുകയും ചെയ്തു. 1690കളിൽ ഇന്ത്യയിലൂടെ കടന്നുപോയ ഇറ്റാലിയൻ സഞ്ചാരിയായ ജിയോവാനി കരേരി എങ്ങനെയാണ് വെള്ളി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്നതെന്ന് വിശദീകരിക്കുന്നുണ്ട്.